ലിവിക് മാപ്പിലെ കുറച്ച് അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യുക. ലിവിക് മാപ്പിലെ മെയിൻ ഇവന്റ് വരുന്നത് രണ്ടിടത്താണ്, മിസ്റ്റീനും അതേപോലെ ക്രാബ് ലാസ്റ്റ്. നിങ്ങൾ മിസ്റ്റീലാണ് ലാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു മാർക്ക് ചെയ്ത പ്ലേസിലെ അവിടെ ലാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ എന്തായാലും ലൂട്ടും ഒരു പവറും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഡാഷ് പവർ ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഇതിൻ്റെ ടോപ്പിൽ കയറാൻ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടുമല്ലോ നിങ്ങൾ വിചാരിക്കും. പക്ഷെ കയറിയിട്ടും കാര്യമൊന്നുമില്ല. അവിടെ നിങ്ങളുടെ ഹെൽത്ത് കുറയുന്നതായിരിക്കും, പെട്ടെന്നാണ് ഹെൽത്ത് പോകുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കാവുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഇല്ല, ആരും അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾക്ക് മെയിൻ ഇവന്റ് ക്യാമ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അതുമായിട്ട് നിങ്ങൾക്ക് മിസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാം. ഇവിടെ ലാൻഡ് ചെയ്താലും നിങ്ങൾക്ക് കുറച്ചധികം ലൂട്ട്സും ആ ഒരു പവറൊക്കെ കിട്ടാനായിട്ട് അതേപോലെ തന്നെ ചാൻസ് ഉണ്ട്. ഈ കാണുന്ന ടവറിൽ ആരും കയറാനായിട്ട് ശ്രമിക്കേണ്ട. ഇൻവിസിബിൾ ബാരിയർ പോലൊരു ബാരിയർ എന്തോ ഉണ്ട്. ആ ഒരു ടവറിൻ്റെ ടോപ്പിൽ കയറാനായിട്ട് സാധിക്കുന്നതല്ല. വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അതേപോലെ നിങ്ങൾ ക്രാബ് ഗ്രാസിലാണ് ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ ലാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ മാർക്ക് ചെയ്ത പൊസിഷൻ ഇവിടെ ഇപ്പോൾ എനിമീസ് ഒക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പം നല്ല ലൂട്ടും അതേപോലെ പവർ കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു പൊസിഷനാണത്. അവിടെ നിങ്ങൾ ആദ്യം ലാൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലൂട്ട് എടുത്ത് ഫൈറ്റ് ചെയ്യാനൊക്കെ പെട്ടെന്ന് സാധിക്കും. അതേപോലെ ഈ കാണുന്ന ഒരു ബിൽഡിംഗ് ഇല്ലേ, ഈ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് നമുക്ക് ഡാഷ് പവർ യൂസ് ചെയ്ത് കയറാനായിട്ട് പറ്റും. വേറെ സ്റ്റേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഇവന്റിന്റെ നല്ല വ്യൂ കിട്ടും. ഹെൽത്തൊന്നും പോകുന്നതല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫയർ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഈ റാങ്ക് ലിസ്റ്റ് എങ്ങനെ നിങ്ങൾ ടോപ്പ് 1 തന്നെ ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. നിങ്ങൾ കിൽസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 10 ഗ്ലോറി പോയിന്റ് വെച്ച് കിട്ടും. അതേപോലെ ഈ ഫയർ ട്രയൽ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 80 ഗ്ലോറി പോയിന്റ് വെച്ചും കിട്ടും. നിങ്ങൾ റിവ്യൂ എടുക്കുമ്പോൾ ഏകദേശം 5 ഗ്ലോറി പോയിന്റ് എന്താ വെച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആ ഗ്ലോറി പോയിന്റ്സ് കളക്ട് ചെയ്യുന്നതോറും ആയിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കൂടുന്നത്. ലിവിക് മാപ്പിൽ ഒന്നാമത് വരുന്ന ടീമിന് മാത്രമായിരിക്കും ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടി ഫ്ലോട്ടിങ് കഴിഞ്ഞിട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ മാക്സിമം നിങ്ങൾ ഈ ഇവിടുന്ന് കുറച്ചധികം ഗ്ലോറി പോയിന്റ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക, കില്ലെടുക്കുക. അതേപോലെ തന്നെ ഈ ഫയർ ട്രയൽ കംപ്ലീറ്റ് ആക്കിയ 80 പോയിന്റ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ മാക്സിമം ഒരു ഫയർ ട്രയൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഈ കമ്പനി വേണം എന്നുള്ള ടീമിന്. അടുത്തായിട്ട് ഈ ഒരു ഡാഷബിലിറ്റി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പവറാണ് ഇത്. നമ്മുടെ ജോയിസ്റ്റിക്ക് എങ്ങോട്ടാണ് മൂവ് ആക്കുന്നത് അങ്ങോട്ടായിരിക്കും നമ്മുടെ ക്യാരക്ടർ മൂവ് ആകുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടായിരിക്കും നമ്മുടെ ക്യാരക്ടറിന് മൊത്തത്തിലാണ് ആ പുറകോട്ട് എബിലിറ്റി ബാക്കിലോട്ടാണ് നമ്മൾ യൂസ് ആക്കി. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കവറിൽ കയറാനൊക്കെ ആയിട്ട് ഈ ഒരു ഡാഷബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലിവിക് മാപ്പിൽ ഈ ഒരു ടവർ നമ്മളെപ്പോഴും കാണുന്ന ഈ ഒരു ടവറിന്റെ ടോപ്പിൽ നമുക്ക് ഈ ഒരു ഡാഷബിലിറ്റി കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കയറാനായിട്ട് പറ്റും. ഇപ്പോൾ പബ്ജിയിൽ പിങ് ഒക്കെ ആയതുകൊണ്ടാണ് ഈ കറക്റ്റ് അതിന്റെ ടോപ്പിലെത്താൻ പറ്റാഞ്ഞ. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ടോപ്പിൽ ഡയറക്റ്റ് തന്നെ ഈ ഒരു ഡാഷബിലിറ്റി യൂസ് ചെയ്ത് കയറാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കാണുന്ന ചർച്ച്, ഇവിടുത്തെ ഈ റീകോൾ ചർച്ചിലെ മിക്കവാറും ഫൈറ്റൊക്കെ നടക്കുന്ന ഒരു ചർച്ചാണിത്. റീകോൾ ടവറും കൂടെ ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡാഷബിലിറ്റി യൂസ് ചെയ്ത് ഇതിൻ്റെയും ടോപ്പിൽ കയറാനായിട്ട് പറ്റും. നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടും നോക്കി കളിക്കുവാണെങ്കിൽ. അപ്പോൾ ഈ എബിലിറ്റി നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും നിങ്ങളുടെ മാച്ചിൻ്റെ അകത്ത്. മാപ്പിൽ ഈ ഒരു പവർ ട്രയൽസ് വരുന്നത് ലോജിസ്റ്റിക്കും ഹോട്ട് സ്പ്രിങ്ങും അതേപോലെ ബ്ലോംസ്റ്റിലുമാണ് ഈ ട്രയൽസ് ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് ഈ ട്രയൽസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി കുറച്ചധികം ലൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇക്കാരിസ് ട്രയൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പിൽ എത്താനായിട്ട് പറ്റും. സോണൊക്കെ വരുന്നിടം വരെ ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കാമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹെൽത്ത് പോകും. ഇവിടെ നിങ്ങൾ വെളിയിൽ ഇറങ്ങിയില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഹെൽത്ത് പോയിട്ട് നിങ്ങൾ നോക്കാവുന്നതായിരിക്കും. വേറെ നിവൃത്തിയൊന്നുമില്ല, നിങ്ങൾ അവിടെ കിടന്ന് ചാവും. വേറെ ഒരു ഇതുമില്ല അവിടെ കിടക്കുവാണെങ്കിൽ. അടുത്തായിട്ട് മിക്ക സോണും വരുന്ന ഒരു ലൊക്കേഷനാണ് ഓൾഡ് പ്ലാസ. ഈ ഓൾഡ് പ്ലാസയുടെ ചർച്ചിലെ ടോപ്പിൽ നമുക്ക് ഈ ഒരു വിങ്സ് ഉപയോഗിച്ച് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ആ ഒരു വിങ്സ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ ടോപ്പിലായിട്ട് എത്തുന്നത്. ഇതിപ്പോൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ എന്നിട്ട് കറക്റ്റ് ആ ഒരു സ്നൈപ്പറോ അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലിവിക് മാപ്പിൽ നല്ല രീതിയിൽ കില്ലെടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണിത്. ഇവിടെ സോണും കൂടെ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കും. ഡാഷബിലിറ്റി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ എത്താനായിട്ട് പറ്റും. കുറച്ച് ചടങ്ങാണത്. പക്ഷേ നിങ്ങൾ ഈ ഒരു വിങ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്ഡേറ്റ് എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ റഷ് ചെയ്ത് കളിക്കാനായിട്ട് യൂസ്ഫുൾ ആണ് ഈ എല്ലാ എബിലിറ്റീസും. അതേപോലെ തന്നെ ക്യാമ്പസും കാണും. ക്യാമ്പസിന് ഞാൻ ഈ പറഞ്ഞൊക്കെ ഉപയോഗിച്ച് അവിടെ ഏതെങ്കിലും പൊത്തി കയറി വിളിച്ചിരിക്കാനും ടോപ്പിലൊക്കെ കയറിയിരിക്കാനും പറ്റും. സോ നോക്കി കളിക്കുക. നല്ല യൂസ്ഫുൾ ആണ് ഈ ട്രിപ്സൊക്കെ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.